ഹലോ ഫ്രണ്ട്സ്, മൈഫ്രോക്സിൽ ഇന്ന് ഞാൻ ഈ കുർത്തിയാണ് ചെയ്യുന്നത്. ഇതൊരു അംബർല കട്ട് യോക്ക് കുർത്തിയാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുർത്തിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനും പറ്റുന്ന കുർത്തി തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇതിൻ്റെ ചെറിയ അളവിൽ ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്കും കുട്ടിക്കും ഒരേപോലെയുള്ള ഡ്രസ്സൊക്കെ നമുക്ക് പാർട്ടികൾക്ക് ഇട്ടുകൊണ്ട് പോകാനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഈ യെല്ലോ കളറിലുള്ള ഒരു ലെഗിൻസും ഒരു ഷോളും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ വളരെ ഈസി ആയിട്ടും അത്ര വലിയ ചിലവൊന്നും ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുർത്തിക്ക് വേണ്ട മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. ഇത് ടോപ്പ് പോർഷനുള്ളതാണ്, ഇത് സ്കേർട്ടിൻ്റെ പോർഷനിലുള്ളതാണ്. ഇത് 75 സെൻറ്റിമീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇതിന് ഞാൻ ലൈനിങ് കൂടി വെക്കുന്നുണ്ട്. ലൈനിങ്ങും സെയിം മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. ഇത് 2 മീറ്റർ ക്ലോത്താണുള്ളത്. ഇത് അംബർല കട്ട് മാതിരി കട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് തുണി അധികം വേണം. അതുകൊണ്ട് ഇത് 2 മീറ്ററും. ഇതിന് ഞാൻ ലൈനിങ് വെക്കുന്നില്ല, കാരണം ഇത് കട്ടിയുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്യേണ്ടത് ടോപ്പാണ്. ഇത് സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഉണ്ടെങ്കിൽ ലൈനിങ് ക്ലോത്തിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ചുരിദാറിൻ്റെ അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് ഈ ക്ലോത്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അതാണ് വണ്ണമായിട്ട് എടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ് നമ്മുടെ വണ്ണമായിട്ട് എടുക്കുന്നത്. അതിനേക്കാൾ തയ്യൽ തുമ്പ് കൂടി 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഉള്ള വീതിക്ക് തുണി 4 ആയിട്ട് മടക്കി ഇടുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ യോക്ക് പോർഷന് നമുക്ക് വേണ്ട ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് വരെയുള്ള ലെങ്താണ്. ചുരിദാറിന് നമ്മൾ അളവെടുക്കുമ്പോൾ ഷോൾഡർ തൊട്ട് വേസ്റ്റ് ആ ഷേപ്പിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ചെസ്റ്റ് കഴിഞ്ഞ് അടുത്ത അളവ് നമ്മൾ വേസ്റ്റിൻ്റെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിൻ്റെ പോർഷനിൽ വരുന്ന ആ പോർഷനിൽ വരെയുള്ള നീളമാണ് ഈ യോക്കിന് വേണ്ട നീളം. അതിൻ്റോടുകൂടി ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഞാനിവിടെ യോക്ക് പോർഷന് വേണ്ട തുണി മുറിച്ചെടുത്തിട്ടുണ്ട് ആ ക്ലോത്തിൽ നിന്നും. അപ്പോൾ എനിക്ക് വേണ്ട യോക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ടോപ്പിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ ഷോൾഡർ ഭാഗം തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. അതുപോലെ താഴത്തെ സ്കേർട്ടിൻ്റെ ഭാഗവും താഴത്തെ ഭാഗവും ഈ യോക്കിൻ്റെ ഭാഗവും കൂടി കൂട്ടി തയ്ക്കാനായി ഒരു 1/2 ഇഞ്ച്. അങ്ങനെ 15 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ യോക്ക് മുറിച്ച് എടുത്തിരിക്കുന്നത്. സീം അലവൻസ് 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 14 ഇഞ്ചാണ് എനിക്ക് വേണ്ട ഇറക്കം. അതുപോലെ തന്നെ തുണിയുടെ വീതി ഇതിപ്പോൾ 2 മടക്കിയിട്ടിരിക്കുകയാണ്. കണ്ടോ, 4 പീസ് ഉണ്ട് ക്ലോത്തിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. തുണിയുടെ വീതി എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്. അതായത് എനിക്ക് വേണ്ട ചെസ്റ്റിൻ്റെ അളവിനോടൊപ്പം സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ 12 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ അടയാളപ്പെടുത്താം. ഇവിടെ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് വേണം നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നും ഞാനിവിടെ കഴുത്ത് കട്ട് ചെയ്യുന്നില്ല. കഴുത്ത് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തുണിയിൽ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് മെഷർ ചെയ്ത് പോയേക്കാം. കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച് എടുക്കുന്നു. അതിനുശേഷം ഷോൾഡർ, കഴുത്തിൻ്റെ അകലം 3 അത് നിങ്ങൾ എടുക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ 3 4 അതല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇപ്പോൾ ബോട്ട് നെക്കൊക്കെ ആണെങ്കിൽ 4 ഇഞ്ചൊക്കെ എടുക്കാം. അത് നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് എടുക്കുക. പിന്നെ അടുത്ത അളവ് എടുക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആം ഹോൾ 6 ഇഞ്ചാണ്. 6.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു ബോക്സായിട്ട് വരച്ചിട്ട് ഇവിടെ നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യേണ്ടതാണ്. ഇനിയും ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ആം ഹോളിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് ചെസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത് ഞാൻ 36 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവിൻ്റെ 4/1 നമ്മളിവിടെ എടുക്കേണ്ടത്. 4/1 എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. ആ 9 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ലൂസ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടി ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. കൃത്യം അളവാണ് ഈ 9 ഇഞ്ചെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരല്പം ലൂസ് 1/2 ഇഞ്ച് കൂടി ഇടുന്നു. അതിൻ്റെ കൂടി 2 ഇഞ്ച് സീം അലവൻസ്, അങ്ങനെ 11.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഈ കൃത്യം ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ആയിട്ട് തന്നെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നു. 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട 9.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ തയ്ക്കേണ്ട അളവാണ്. ഇതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട അളവ്. ഇനി ഇവിടെ അടുത്ത് നമ്മൾ എടുക്കേണ്ടത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സാധാരണ ചുരിദാർ എടുക്കുമ്പോൾ ആ ഷേപ്പിൻ്റെ പോർഷനിൽ എടുക്കുന്ന മെഷർമെൻറ്റ് ഇല്ലേ, ഒന്നുകിൽ ചെസ്റ്റിനെക്കാട്ടിലും അല്പം കുറവായിരിക്കും. ചെസ്റ്റിനെക്കാട്ടിൽ എന്തായാലും കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളത് മെഷർ ചെയ്ത് നോക്കണം അവിടുത്തെ അളവ്. അപ്പോൾ അതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നോർമലി 13-13.5 ഇഞ്ചായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത്
13.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മുകളിലത്തെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് കൂടെ കൂട്ടി 14 ഇഞ്ചിൽ ഞാനിവിടെ അത് മാർക്ക് ചെയ്യുന്നു. മുകളിലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും, അപ്പോൾ അത് 13.5-യിലാണ്. കണ്ടോ, 1/2 ഇഞ്ച് പോകുമ്പോൾ അത് 13.5-യിലാണ് വരുന്നത്. അതാണ് 13.5 മാർക്ക് ചെയ്തത്. അപ്പോൾ 14 മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ വണ്ണം മെഷർ ചെയ്യുക. ഈ ഭാഗത്തായിട്ട് ഇവിടുത്തെ വരുന്നത് 9 ഇഞ്ചാണ് വരുന്നത്. അതായത് എനിക്കിവിടെ 32 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 32 / 4, അപ്പോൾ 8.5 ഇഞ്ച്. പിന്നെ 1/2 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടി 9 ഇഞ്ചിലാണ് എനിക്കിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട അളവാണിത്. കട്ട് ചെയ്യേണ്ടത് 2 ഇഞ്ച് കൂടിയിട്ട് 11 ഇഞ്ചിൽ. മുകളിൽ 11.5 ഇഞ്ചായിരുന്നു, ഇവിടെ 11 ഇഞ്ചിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടിടത്തും മാർക്ക് ചെയ്യുക ഇതുപോലെ. ഇനിയും ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ നിന്നും 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച്, അത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 1.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈ ഇതുപോലെ ചരിച്ച് വരയ്ക്കുക. ഇപ്പോൾ ആം ഹോൾ കർവ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് വെച്ച് വരച്ചാലും മതി. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് വരച്ചാലും മതി. കൈ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇതാദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈനാണ്. കട്ട് ചെയ്യേണ്ട ലൈൻ ഇവിടെയാണ്. ഇവിടെ നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വേസ്റ്റ് വരെ വരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ താഴേക്ക് വേറെ പോർഷൻ ആയതുകൊണ്ട്, പിന്നെ ഇത് അംബർല കട്ടും കൂടി ആയതുകൊണ്ട് അവിടെ നമുക്ക് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും എടുക്കേണ്ടി വരുന്നില്ല. ഞാൻ ധാരാളം ഫ്രോക്സിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ കൈയുടെ ഈ പോർഷനും ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഞാൻ ഇവിടെ ഈ നമ്മൾ തയ്ക്കേണ്ട പോർഷനിൽ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ 2 കൈയിലും അത് ഉണ്ടാകും. ഞാൻ ആദ്യമേ കൊടുത്തതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള നമുക്കത് പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങളിത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് കൈ ഒരല്പം കൂടി കടത്തി കട്ട് ചെയ്യുക, ഫ്രണ്ടിൽ മാത്രം. അതുപോലെ തന്നെ നിങ്ങൾ കഴുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത്തിരി അല്പം ലേശം ഒരു 1/2 ഇഞ്ച് സ്ലോപ്പായിട്ട് ഷോൾഡർ പോർഷനും നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. ചുരിദാറിന് കട്ട് ചെയ്യുന്നത് പോലെ ഞാൻ നോർമലി അത് തയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുകയാണ് പതിവ്. അപ്പോൾ അത് കട്ട് ചെയ്യണം എന്നുള്ളവർ ഇവിടെയും ഒരു 1/2 ഇഞ്ച് സ്ലോപ്പായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഫ്രണ്ടിലെ കൈ അല്പം, ഇത് ഏകദേശം ഒരു മിഡിൽ പോർഷനിൽ നിന്ന് തുടങ്ങിയാൽ മതി, അല്പം കൂടി കുഴിച്ചു കെട്ടുക. ഇനി ടോപ്പിൻ്റെ ക്ലോത്തിലെ കട്ടിങ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്തായിട്ട് സ്ലീവ് കട്ട് ചെയ്യണം. കഴുത്ത് ക്യാൻവാസിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, കഴുത്തും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ക്ലോത്താണിത്. ഞാനിവിടെ തുണി 4ആയിട്ടാണ് കണ്ടോ, 4 പീസ് ഉണ്ട്. 2 കൈക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. തുണിയുടെ സ്ലീവിൻ്റെ ഇറക്കം അനുസരിച്ചാണ്. എനിക്കിവിടെ 6 ഇഞ്ചാണ് വേണ്ടത് കൈയുടെ ഇറക്കം. അപ്പോൾ ഞാനിവിടെ ഒരു 7.25-8 ഇഞ്ച് എടുത്തിരിക്കുന്നു. സീം അലവൻസ് കൂടെ കൂട്ടിയിട്ടാണ്. അതുപോലെ തന്നെ തുണിയുടെ വീതി 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ടിങ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ്, കാരണം സ്ലീവ് കട്ടിങ്ങിൻ്റെ മാത്രമുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒത്തിരി ലാഗ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നിന്നും 7.5 ഇഞ്ച് അകലത്തിലായിട്ട് ഞാനിവിടെ 3 ഇഞ്ച് താഴ്ത്തി, അതായത് നമ്മുടെ തയ്ക്കേണ്ട പോർഷനാണ്, 3 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ 3 ഇഞ്ചിലേക്ക് ഇവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ ഏകദേശം ഇത് 8.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഒരു 4.25 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്തിട്ട് നമുക്കിതിനെ കർവായിട്ട് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ താഴത്തെ വണ്ണം ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ചും ഈ പോയിന്റിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി ബാക്കി ഇത് കട്ട് ചെയ്യുന്നത് സീം അലവൻസ് ആണ്. ഇവിടെ 6 ഇഞ്ച് എടുത്തു. ഇത് നമുക്ക് തയ്ക്കേണ്ട പോർഷനാണ്. സീം അലവൻസ് ഞാനിവിടെ 7.5 ഇഞ്ച് എടുക്കുന്നു. ഇതും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഈ ലൈൻ ഇങ്ങനെ നീട്ടി കൊടുക്കുക. ഇത്രയും സീം അലവൻസ് ആണ്. ഇത് ഈ കർവിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടത് നെക്കാണ്. അതിപ്പോൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബോട്ട് നെക്കാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോട്ട് നെക്കിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണിച്ച് വെറുതെ വീഡിയോ ലാഗ് ചെയ്യണ്ടല്ലോ. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ അതും കൂടി ഒന്ന് കാണുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ടോപ്പിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ സ്കേർട്ടാണ്, താഴത്തെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്.
കുർത്തിയുടെ താഴത്തെ നമ്മൾ അംബ്രല കട്ട് ചെയ്യേണ്ട ക്ലോത്താണിത്. ഇത് ഞാനിവിടെ 2 പീസാക്കിയിട്ട് മടക്കിയിട്ടിരിക്കുന്നു. കണ്ടോ, 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള നീളം എടുത്തിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഇങ്ങനെ ഈ ക്ലോത്ത് ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ ഒരു കോണായിട്ട് ഒന്നുകൂടി മടക്കുക. ഇതിപ്പോൾ ഞാൻ ക്ലോത്ത് ഇപ്പോൾ 4 പീസ് ഉണ്ട് കണ്ടോ. ആദ്യം 2ആയിട്ട് മടക്കി, പിന്നെ ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ അംബ്രല ഫ്രോക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ മടക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ മുറിയാത്ത ഭാഗമാണ്. ഇവിടെ 4 പീസ് ഉണ്ട്. ഇത് ടോട്ടൽ 2 മീറ്ററാണ്. അപ്പോൾ നീളം കൂടിയ ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് ക്ലോത്ത് എടുക്കുക. ഇതിപ്പോൾ അല്പം വീതി കൂടിയ തുണിയാണ്. അപ്പോൾ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ കുറച്ചുകൂടി തുണി വേണ്ടി വരും. ഇനി നമ്മൾ ഇവിടെ നിന്നും ആണ് നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഈ ടിപ്പ് പോർഷനിൽ നിന്നാണ് വേസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തുണി മടക്കിയിടുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മടക്കിയിടുമ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യേണ്ട തുണിയുടെ അത്രയും നീളം കൂടി ആഡ് ചെയ്ത് വേണം നമുക്ക് വേണ്ട നീളത്തോടു കൂടി ഈ കട്ട് ചെയ്യുന്ന വേസ്റ്റിൻ്റെ നീളം ഇത്രയും നീളം കൂടി ആഡ് ചെയ്തിട്ട് വേണം ക്ലോത്ത് എപ്പോഴും മടക്കിയിടാനായിട്ട്. ഇവിടെ ഞാൻ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ടോപ്പിന് വേസ്റ്റ് കട്ട് ചെയ്തപ്പോൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 35 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 അതാണ് നമ്മളിവിടെ മെഷർ ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ മെഷർ ചെയ്യേണ്ടത് വേസ്റ്റ് കട്ട് ചെയ്യും വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ 4/1 അതിവിടെ നമ്മൾ അടയാളപ്പെടുത്തുക. ഇപ്പം ഞാനിവിടെ 8.5 ഇഞ്ച് വീതം അടയാളപ്പെടുത്തുന്നു. ആദ്യം ഇവിടെ ഇങ്ങനെ ഈ മുറിയാത്ത പോർഷൻ ഈ 2 പോർഷനിലും അടയാളപ്പെടുത്തുക. ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഇത് വെക്കുക, ടേപ്പ് വെച്ചിട്ട് 8.5 ഇഞ്ച് വീതം. അപ്പോൾ ഞാനിത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവായിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടോപ്പ് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം ഇതുപോലെ. പക്ഷേ ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഏത് മെഷർമെൻ്റ് ആണെങ്കിലും അതിൻ്റെ 4/1 നിങ്ങളുടെ വേസ്റ്റിൻ്റെ ഏത് മെഷർമെൻ്റ് ആണ് നിങ്ങൾക്ക് വേസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 4/1 എടുത്തിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കണക്ക് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനും എളുപ്പമുണ്ടാകും. വേറെ അളവുകളൊക്കെ ആണെങ്കിലും ചെയ്യാനും എളുപ്പമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അളവ് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റേത് കഴിഞ്ഞു. അടുത്ത ഇനി സ്കേർട്ടിൻ്റെ എനിക്കിവിടെ വേണ്ടത് 28 ഇഞ്ചാണ് വേണ്ടത്. തയ്യൽ തുമ്പോട് കൂടിയ അളവാണ് ഈ 28 ഇഞ്ച്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ എത്രയാണ് ലെങ്ത് വേണ്ടത് എന്ന് വെച്ചാൽ അതനുസരിച്ച് മെഷർ ചെയ്യുക. ഇത് ഈ മാർക്കിൽ നിന്നും ഇവിടെ മെഷർ ചെയ്യുക. ഇവിടെ വെച്ചിട്ട് റൗണ്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ നമ്മൾ ആദ്യം എടുത്ത മെഷർമെൻറ്റിൽ ടേപ്പ് വെച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്ത് പോകുന്നത്. ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോർഷൻ ഇവിടെയും ഈ വരയിൽ കൂടി കട്ട് ചെയ്തെടുക്കുക താഴത്തെ ഭാഗം. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ പോർഷൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നിടത്തു കൂടിയും കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്കേർട്ടിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതുണ്ടോ, നോർക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ടോപ്പിൻ്റെ കഴുത്തിൻ്റെ സ്റ്റിച്ച് ചെയ്തു. ഇതിപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസുമാണ്. ഇത് ഞാൻ ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്ത് തുണിയിൽ വെച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ബോട്ട് നെക്കിൻ്റെയും രണ്ടിൻ്റെയും ഓരോ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് കാണിക്കാഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ ഭാഗം തമ്മിൽ കൂട്ടി തയ്ക്കുക എന്നുള്ളതാണ്. ഷോൾഡർ കൂട്ടി തയ്ച്ചതിന് ശേഷം ഈ പുറമേ കൂടി കഴുത്തിൻ്റെ ഈ ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. 2 ഷോൾഡറും കൂട്ടി തയ്ച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ കൂടി ഒരു നല്ല സൈഡിൽ തുണിയുടെ നല്ല സൈഡിൽ ഈ ഭാഗത്തു കൂടി ചേർത്തിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പതിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴുത്ത്. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് തയ്ക്കുക. ഈ രണ്ട് ഭാഗത്തെയും ഷോൾഡർ ജോയിൻ ചെയ്ത് തയ്ക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ പുറമേ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. രണ്ടും ജോയിൻ ചെയ്തു. ഇനിയും കഴുത്തിൻ്റെ പുറകുവശത്തു കൂടി അതായത് നല്ല ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തു. അപ്പോൾ നന്നായിട്ട് പതിഞ്ഞിരിക്കും. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ്. സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് സ്ലീവിന് നമ്മളിവിടെ ഒരു സ്ലീവ് വെട്ടിയപ്പോൾ ഇവിടെ ഒരു നോച്ച് കൊടുത്തിരുന്നു, കണ്ടോ ഇതുപോലെ. അപ്പോൾ ഈ നോച്ചും ഈ പോർഷനിൽ ഈ നമ്മൾ ഷോൾഡറിൻ്റെ ഇവിടെ ജോയിൻ ചെയ്ത് ആ പോർഷനും തമ്മിൽ ഒന്നിച്ച് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ 2 സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അത് നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ ഭാഗം മടക്കി തയ്ക്കുക. അതിന് ശേഷമാണ് സ്ലീവ് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. ബോഡിയുടെ നല്ല പോർഷനും
ബോഡി പാർട്ടിൻ്റെ ടോപ്പ് പോർഷൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിലിട്ടിട്ട് ഇങ്ങനെ ഈ നോച്ചും ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം തയ്യൽ. ഇല്ലെങ്കിൽ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നും തയ്ച്ച ഒരു സൈഡ് ഇങ്ങനെ തയ്ച്ചു പോയിട്ട് മറു സൈഡ് തയ്ക്കുന്നതാണ് ഒന്നുകൂടി നന്നായിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് തന്നെയാണ് തയ്ച്ചു തുടങ്ങുന്നത്. ബോഡിയിലേക്ക് ചേർത്ത് വെച്ച് സ്ലീവ് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കുക. രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇത് എന്നാലും രണ്ട് സൈഡും ഇങ്ങനെ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ലീവിൻ്റെ അടിഭാഗത്തെ അളവെടുക്കുക. ഈ ഭാഗത്തെ കൈവണ്ണം എടുക്കുക. കൈവണ്ണം എടുത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ അവരവരുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് മാർക്ക് ചെയ്ത് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ദേ കണ്ടോ, ഇവിടെ ഞാനിവിടെ ആ കട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു നോച്ച് ഇട്ടിരുന്നു. ഞാനത് പറഞ്ഞിരുന്നു കട്ടിങ്ങിൻ്റെ സമയത്ത്. ആ നോച്ചിൽ കൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് താഴത്തെ വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അവിടേക്ക് മാർക്ക് ചെയ്ത് വരച്ചു പോവുക. അതേപോലെ തന്നെ മറു സൈഡും ചെയ്യുക. നമ്മൾ ഈ വരച്ച വരയിൽ കൂടി ഒരു പോർഷൻ കൂട്ടി യോജിപ്പിക്കുക. ഒരു സൈഡ് കൂട്ടി യോജിപ്പിക്കുക. ഒരു സൈഡ് ഇപ്പോഴേ യോജിപ്പിക്കരുത്. ഇത് മാർക്കിങ് മാത്രം മതി. കാരണം നമുക്കത് ഈ ഒരു പോർഷനിൽ നിന്ന് വേണം ഈ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്കേർട്ടിൻ്റെ ഒരു പോർഷനും ഇതും തമ്മിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൈഡ് യോജിപ്പിക്കാതെ വെക്കുക. ഒരു സൈഡ് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതേ കണ്ടോ, കൈ തൊട്ട് സ്ലീവ് തൊട്ട് ഇവിടെ വരെ ജോയിൻ ചെയ്തു. ഈ സൈഡ് ഓപ്പൺ ആണ്. പിന്നെ നമുക്ക് ഈ സൈഡിലാണ് ഈ സ്കേർട്ടിൻ്റെ പോർഷൻ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്കേർട്ടും ടോപ്പും തമ്മിൽ കൂട്ടി തയ്ക്കുക. കണ്ടോ, രണ്ടും ഫേസ് ടു ഫേസ്, നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിനിപ്പോൾ നമ്മൾ ടോപ്പിന് 2 ഇഞ്ചോളം തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട്. അപ്പം സ്കേർട്ടിന് അത്രയും വരില്ല. അതുകൊണ്ട് സ്കേർട്ടിനൊരു 1 ഇഞ്ചൊക്കെ വരികയുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വേണം വെക്കാനായിട്ട്. ഇതിൻ്റെ തയ്യൽ തുമ്പ് നോക്കിയിട്ട് ഒത്തിരി സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്രയും സ്കേർട്ടിന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഭാഗവും തമ്മിൽ നമ്മൾ കൂട്ടി തയ്ക്കുന്നു. കണ്ടോ, രണ്ടും ഫേസ് ടു ഫേസ് നല്ല ഭാഗങ്ങൾ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇത് അല്പം ടോപ്പിൻ്റെ പോർഷൻ അല്പം കടത്തി വെക്കുക. കാര്യം നമ്മൾ സീം അലവൻസ് ഒത്തിരി എടുത്തിട്ടുണ്ട്. ടോപ്പിന് 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്കേർട്ടിന് വരുമ്പം 1 ഇഞ്ചൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കണക്കാക്കി കുറച്ച് കടത്തി വെക്കുക. ഇപ്പോൾ നമ്മൾ സ്കേർട്ടും ടോപ്പ് പോർഷനും തമ്മിൽ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ സൈഡാണ്, ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, ആ സൈഡ് കൂട്ടി തയ്ക്കുക. കൈയുടെ ഭാഗം തൊട്ട് ഇവിടെ നമ്മൾ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് ചെയ്ത പോലെ അളവെടുത്ത് മാർക്ക് ചെയ്ത പോലെ ഇതുപോലെ ഈ ഭാഗം മുഴുവനും ഈ സ്കേർട്ടിൻ്റെ ഈ അറ്റം വരെയും കൂട്ടി തയ്ക്കുക. അതിനുശേഷം സ്കേർട്ടിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക. ഇങ്ങനെ കുർത്തി തയ്ച്ചു കഴിഞ്ഞു. ഈ ഭാഗവും ജോയിൻ ചെയ്തു. ഇപ്പോൾ 2 സൈഡും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത്. ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് കാണിച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊരു സ്റ്റിച്ചിങ് മാത്രമായിട്ട് ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 1-2 എണ്ണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് വന്ന വീഡിയോസിലൊക്കെ സ്റ്റിച്ചിങ് പറയുക മാത്രം ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റിച്ചിങ്ങും കൂടി കാണിച്ചിട്ടുണ്ട്. അത് കാരണം വീഡിയോ അല്പം ലാഗ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പം തയ്ക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത്. നമുക്ക് ഒരു ലെഗിൻസ്, യെല്ലോ കളറിലെ ലെഗിൻസിൻ്റെയൊക്കെ ഒപ്പം ഇടാൻ പറ്റുന്നതുമായ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ചു നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.